ഇപ്പോൾ എനിക്ക് ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം അത്യാവശ്യം കുറച്ച് കടമൊക്കെ ഉണ്ടാക്കിയാലും എന്നെ കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ ഒരു 50 വയസ്സിന് ശേഷം ചിലപ്പോൾ ഇതുപോലെ ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റൂലായിരിക്കും. സ്വന്തമായി അധ്വാനിച്ച് ഒരു വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ ഒരു വിഹിതം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രിവിലേജാണത്. ജിഷയുടെ വീട് ഞാൻ ആദ്യം വന്ന് കണ്ടപ്പോൾ എന്റെ മോള് പറഞ്ഞൊരു വാക്കുണ്ട്, പപ്പ എന്റെ കമ്മൽ ഊരി തരാം, അവർക്ക് ഒരു വാതിലിട്ട് കൊടുക്കുമെന്നാണ് എന്റെ മോള് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിലാണ് ആ വീടിന്റെ പണി തുടങ്ങി. ഇന്ന് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ വീട് വെക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ മോൾക്ക് എന്നെങ്കിലും ഞാനൊരു വീട് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് ഞാൻ വെച്ചു കൊടുക്കുള്ളൂ. അത് തന്നെയാണ് ജിഷയുടെ ഇവിടെയും ഞാൻ ചെയ്തത്. ആ 2 മക്കളെ ഞാൻ എന്റെ മക്കളെ പോലെ തന്നെയാണ് കണ്ടത്. ഇന്ന് ജിഷയുടെ വീടിന്റെ പാലുകാച്ചായിരുന്നു. എനിക്കറിയാം അവരെന്നെ രാവിലെ തൊട്ടേ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കല്യാണ വർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതിലുപരി എനിക്ക് ആരെ മുമ്പേ ഹീറോയോ ആവണ്ട, സോഷ്യൽ മീഡിയയിലെ കയ്യടിയും വേണ്ട, ഒന്നും വേണ്ട. അവരുടെ വീട് അവരുടെ മക്കൾക്ക് നമ്മളെ സ്നേഹത്തോടെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തു കൊടുത്തതാണ്. അവിടെ വന്നൊരു കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോകാൻ എന്തോ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഈ വീടിന്റെ കാര്യം അത് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. അത് 100% ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി. ഈ വീടിന്റെ പണി ഞാൻ ഏൽപ്പിച്ചത് നമ്മളെ വിഷ്ണുവിനെയാണ്. സത്യം പറഞ്ഞ എൻ്റെ ഒരു സഹോദരനെ പോലെ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന് അവന്റെ കൂട്ടുകാരന്മാർ പലപ്പോഴും പൈസ പോലും വാങ്ങിക്കാതെയാണ് എൻ്റെ ചെയ്തിട്ട് പോയത്. അതുപോലെ തന്നെ തട്ട് കാങ്ക്രീറ്റ് സമയത്ത് ഫുഡ് അറേഞ്ച് ചെയ്തെന്ന കുമാരണ്ണായി സാധനങ്ങളായിട്ട് ഒരുപാട് പേര്, ജനല് തടികളായിട്ടും സിമന്റ്, മണല്, ചല്ലി, കമ്പി എന്ന് വേണ്ട എന്നെ A to Z ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി. ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ആൾക്കാർ എന്തോ എൻ്റെ അടുത്ത് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യണവരാണ്. അവർക്കറിയാം ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് പുറത്ത് എനിക്ക് കടമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കടങ്ങളെല്ലാം ഈ ചിങ്ങം കൊണ്ട് തീർത്താലേ അടുത്ത് അർഹതപ്പെട്ട ആൾക്കാരിലോട്ട് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും അതിൻ്റെ ഓട്ടത്തിലോട്ടാണ്. ഇതുവരെ സഹായിച്ച എൻ്റെ ദൈവത്തിന് 1000 നന്ദി.